ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ PYQ ചെയ്യുമ്പോൾ 1 മാർക്ക് 2 മാർക്ക് ചിലപ്പോൾ 0 മാർക്ക് ഇതൊക്കെയാവും കിട്ടുക അല്ലേ. ഇതൊക്കെ നോർമലാണ് കേട്ടോ. 25 മാർക്ക് 30 മാർക്ക് 50 മാർക്ക് ഇതൊക്കെ പഠിച്ചവർക്ക് കിട്ടുന്ന മാർക്കാണ്. മറ്റ് യൂട്യൂബ് ചാനലിൽ പറയുന്നത് കേട്ടിട്ട് നമ്മളത് പേടിക്കേണ്ട. നമ്മൾ ബിഗിനർ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഒരു PYQ യൂസ്ഫുൾ ആവുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് 2024 നടന്ന ഒരു എക്സാമാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്ന 17ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, ദേശീയ ജലപാതയെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കോട്ടപ്പുറം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2023 നടന്നിട്ടുള്ളത് തന്നെയാണ് എക്സാം. ഞാൻ പറഞ്ഞുതരാം. 15ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഇതിലും കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത. ഇത് ജലപാതയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കുക എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുള്ള ആൾക്ക് ഇതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ജലപാതയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് PYQ കൊണ്ടുള്ള യൂസ്ഫുൾ. നമുക്ക് മാർക്ക് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ.